Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസിൽ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് പഠിക്കാനുള്ളത്. ലൈഫ് ഇൻഷുറൻസ് ബിസിനസിന്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഫോമാറ്റ് നോക്കാം. നമ്മൾ റവന്യൂ അക്കൗണ്ടിന്റെ ഫോമാറ്റ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റവന്യൂ അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ശരിക്കും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരുന്നത്. അപ്പോൾ റവന്യൂ അക്കൗണ്ട് ആണ് നമ്മൾ ടെക്നിക്കൽ അക്കൗണ്ട് എന്ന് പറയുന്നത്, ഇത് നോൺ ടെക്നിക്കൽ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ടെക്നിക്കൽ അക്കൗണ്ടിൽ നിന്ന് വരുന്ന ബാലൻസ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഈ നോൺ ടെക്നിക്കൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബാലൻസ് ബ്രോട്ട് ഫോർവേഡ് ഫ്രം ഓർ ട്രാൻസ്ഫർ ടു ദ പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട് ടെക്നിക്കൽ അക്കൗണ്ട്. നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ആണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ് ബാക്കിയുള്ള ഇൻകം എല്ലാം നമ്മൾ എഴുതും. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ്, ഗ്രോസ്, അതിൻ്റെയൊക്കെ ഗ്രോസ് എമൗണ്ട്. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓർ റിഡംഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്, അങ്ങനെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അത് കാണിക്കാം. പിന്നെ ലോസ് ഓൺ സെയിൽ ഓർ റിഡംഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രോഫിറ്റിൽ നിന്ന് ഈ ലോസ് ഓൺ സെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും അതർ ഇൻകം ഉണ്ടെങ്കിൽ അതും കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞ ഇൻകം ആണ് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ബാലൻസ്. അതിൻ്റെ കൂടെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റും അതേപോലെ അതർ ഇൻകവും കാണിക്കാം. ഇപ്പം ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഷുറൻസ് ബിസിനസ് എന്നല്ലാതെ നമുക്ക് പുറത്തു നിന്ന് കിട്ടുന്ന ഇൻകം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മൾ അത്രയും റവന്യൂ അക്കൗണ്ടിനകത്ത് കാണിച്ചു. അതല്ലാതെ വരുന്ന ഇൻകംസ് ആണ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ്, നമ്മൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും നമ്മൾ റെഡീം ചെയ്യുന്ന സമയത്ത് അതിലുണ്ടായ പ്രോഫിറ്റ്, ലോസ്, ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന് നെറ്റ് വാല്യൂ എടുക്കും. ഇതുപോലെ വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതും നമ്മൾ കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻകം കാണിച്ചു. അപ്പോൾ അതിനകത്ത് ആദ്യം റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, അതർ ഇൻകം, ഈ 3 കാര്യങ്ങൾ കാണിച്ചു. എന്നിട്ട് ടോട്ടൽ ചെയ്തു. ഇനി രണ്ടാമത്തെ ബി സെക്ഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ്. അപ്പൊ എക്സ്പെൻസസ് അതർ ദാൻ ദോസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ഇൻഷുറൻസ് ബിസിനസ്, ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് അല്ലാത്ത എല്ലാത്തരം എക്സ്പെൻസസും, ഡയറക്ട്ലി റിലേറ്റഡ് ഒക്കെ നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ കാണിച്ചു. അതല്ലാത്ത എക്സ്പെൻസസ് ആണ് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത്. പിന്നെ പ്രൊവിഷൻസ്, ടാക്സേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രൊവിഷൻ വരുവാണെങ്കിൽ അത്. ഫോർ ഡിമിന്യൂഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് വാല്യൂവിൽ വരുന്ന ചേഞ്ചസ്, അതേഴ്സ്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്പെൻസസ് വരുവാണെങ്കിൽ. അപ്പം നമ്മൾ പഠിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ കാണിച്ചു. അതല്ലാതെ വരുന്ന എന്തെങ്കിലും എക്സ്പെൻസസും അതുപോലെ ടാക്സ് അല്ലാത്ത എന്തെങ്കിലും പ്രൊവിഷനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിലാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ബി സെക്ഷനിൽ. എന്നിട്ട് ഈ എക്സ്പെൻസ് ഒക്കെ നമ്മൾ ടോട്ടൽ ചെയ്യും. ഇപ്പൊ നമ്മൾ ഇൻകം എഴുതി, എക്സ്പെൻസസ് എഴുതി. നെക്സ്റ്റ് നമ്മൾ മറ്റേതിൽ ചെയ്ത പോലെ തന്നെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഇപ്പൊ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ലെങ്കിൽ ലോസ് ബിഫോർ ടാക്സ് കാണിക്കാം. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് പ്രൊവിഷൻ മൈനസ് ചെയ്യണം. അപ്പൊ അതിന് താഴെ പ്രൊവിഷൻ ഫോർ ടാക്സ് എഴുതാം. ഇത് മൈനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നത് അതിന്റെ അപ്രോപ്രിയേഷൻസ് ആണ്. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു. അപ്പൊ പ്രോഫിറ്റിനെ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ബ്രോട്ട് ഫോർവേഡ് ടു റിസർവ്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, സർപ്ലസ് ഫ്രം ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് ഇന്ററിം ഡിവിഡൻഡ് പേ ഡ്യൂറിംഗ് ദ ഇയർ, കുറച്ച് പാർട്ട് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും. നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, കുറച്ച് പാർട്ട് നമ്മൾ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ കാണിക്കേണ്ടേ ഉള്ളൂ. എന്തൊക്കെ നമ്മൾ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ. ഇന്ററിം ഡിവിഡൻഡ് പേ ഡ്യൂറിംഗ് ദ ഇയർ, പിന്നെ പ്രപ്പോസ്ഡ് ഫൈനൽ ഡിവിഡൻഡ്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കണം. ഡിവിഡൻഡിന്റെ മേലെ തന്നെയാണല്ലോ ഈ ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് വരുന്നത്. അപ്പൊ അത് നമ്മൾ അപ്രോപ്രിയേഷൻ പാർട്ടിൽ തന്നെ കാണിക്കാം. പിന്നെ ട്രാൻസ്ഫർ ടു റിസർവർ അതർ അക്കൗണ്ട്സ്, അതേപോലെ ഏതെങ്കിലും അക്കൗണ്ട്സിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ ഒന്നാമത്തെ പറഞ്ഞ ബ്രോട്ട് ഫോർവേഡ് റിസർവ് സർപ്ലസ് ഫ്രം ദ ബാലൻസ് ഷീറ്റ്, നമ്മൾ ഇങ്ങോട്ടേക്ക് ബ്രോട്ട് ഫോർവേഡ് ചെയ്ത എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അതും കാണിക്കണം. അതേപോലെ തന്നെ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് കാണിക്കണം. ലാസ്റ്റ് പ്രോഫിറ്റ് ക്യാരിഡ് ഫോർവേഡ് ടു ബാലൻസ് ഷീറ്റ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ പിന്നെ പ്രോഫിറ്റ് ഇരിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ, അപ്പൊ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്, അത് തൗസൻഡ്സിലാണ് തന്നിരിക്കുന്നത്, എന്ന് വെച്ചാൽ 3 0 കുറച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്നത്.
അപ്പോൾ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് തൗസൻഡ്സിലാണ്. പ്രിപ്പയർ എ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2018. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നോക്കാം. ബാലൻസ് ഓഫ് സർപ്ലസ് ബ്രോട്ട് ഫോർവേഡ് ഫ്രം റവന്യൂ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ആണ് 3000. 3000 എന്ന് പറഞ്ഞാൽ 3 0 കൂടി ആഡ് ചെയ്യണം ഇതിനകത്ത്. ആക്ച്വൽ എമൗണ്ട് നമുക്ക് ഷോർട്ടാക്കി തന്നിരിക്കുകയാണ്. ട്രാൻസ്ഫർ ഫീ തന്നിട്ടുണ്ട് 10 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 200. ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട് 15. ലോസ് ഓൺ റിവാലുവേഷൻ ഓഫ് ജനറൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 20. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞ വർഷത്തെ, ഈ വർഷം 31st March 2018 ആണല്ലോ. അപ്പോൾ 1/4/2017 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് തന്നിട്ടുണ്ട് 500 ആണ്. പിന്നെ നമുക്കൊരു മിസ്ലേനിയസ് ഇൻകം തന്നിട്ടുണ്ട് 15. ബാക്കി എന്താ ഇൻഫർമേഷൻ നോക്കാം. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് പാർട്ട് ടൈം ഡയറക്ടേഴ്സ് ഫീ ആണ് 6 തന്നിട്ടുണ്ട്. ഡൊണേഷൻസ് തന്നിട്ടുണ്ട് 4. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ടാക്സ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നത് 50% ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിന്റെ 50% ആണ് നമ്മൾ പ്രൊവിഷൻ ആയിട്ട് വെക്കേണ്ടത്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് തന്നിട്ടുണ്ട് 500. ഇന്ററിം ഡിവിഡൻഡ് പെയ്ഡ് തന്നിട്ടുണ്ട് 20. ഇതൊക്കെ അപ്രോപ്രിയേഷനിൽ വരുന്നതാണ് അല്ലേ. പ്രൊപ്പോസ്ഡ് ഫൈനൽ ഡിവിഡൻഡ് തന്നിട്ടുണ്ട് 10%. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 500. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് തന്നിട്ടുണ്ട് 20. അപ്പൊ ഇതിലെല്ലാ ഐറ്റംസും നമ്മൾ എക്സ്പെൻസ് ഏതാ, ഇൻകം ഏതാ, അപ്രോപ്രിയേഷൻ ഏതാന്ന് ഡിവൈഡ് ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. അപ്പൊ ഇതിനകത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നമുക്ക് 500 തന്നിട്ടുണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം അല്ല പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പക്ഷെ നമുക്ക് ഡിവിഡൻഡ് പെർസെൻറ്റേജ് ആയിട്ട് തന്നിരിക്കുന്നത് പ്രപ്പോസ്ഡ് ഫൈനൽ ഡിവിഡൻഡ് 10%. ഇപ്പൊ 10% എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റലിന്റെ മേലെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തന്നിരിക്കുന്നത്. അല്ലാതെ അത് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നില്ല. ഇത്ര ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഫോമാറ്റിലേക്ക് എല്ലാം മാറ്റി എഴുതിയാൽ മതി. ഇൻകം ആദ്യം എഴുതണം, പിന്നെ എക്സ്പെൻസസ് എഴുതണം, പിന്നെ അതിനുശേഷം പ്രോഫിറ്റ് എഴുതണം, പിന്നെ അപ്രോപ്രിയേഷൻ എഴുതണം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ആദ്യം എഴുതേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ ഇൻകം ആണ് എഴുതേണ്ടത് അല്ലേ. അപ്പൊ ആദ്യം ഇൻകം എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ബാലൻസ് എഴുതണം. റവന്യൂ അക്കൗണ്ട് ബാലൻസ് ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ക്വസ്റ്റിൽ അത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. 3000 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഇൻകം തന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇൻകം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻകം തന്നിട്ടുണ്ടായിരുന്നു 200 അല്ലേ. അപ്പൊ അതിവിടെ കാണിക്കണം. അപ്പൊ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആദ്യം കാണിക്കണം. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കാണിച്ചു. അതിനുശേഷമാണ് നമ്മൾ അതർ ഇൻകം കാണിക്കേണ്ടത്. അപ്പൊ അതർ ഇൻകത്തിൽ നമുക്കൊരു ട്രാൻസ്ഫർ ഫീ തന്നിട്ടുണ്ട് 10 എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു മിസ്ലേനിയസ് ഇൻകം നമുക്ക് തന്നിട്ടുണ്ട്. മിസ്ലേനിയസ് ഇൻകം നമുക്ക് തന്നിരിക്കുന്നത് 15 ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഇൻകം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈസിയാണ്. ജസ്റ്റ് ഇൻകം ഒക്കെ ആദ്യം മനസ്സിലാക്കി വെക്കാം. അത് 3 സെക്ഷൻ ആയിട്ട് എഴുതണം. ഒന്നാമത്തത് നമുക്ക് അവിടുന്ന് റവന്യൂ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഇൻകത്തിന്റെ ബാലൻസ്. പിന്നെ ഇവിടെ നമുക്ക് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, അതിനകത്ത് നമുക്ക് കറക്റ്റ്ലി ഇൻവെസ്റ്റ്മെന്റിന്റെ എന്ന് പറയുന്ന ഇൻകം മാത്രം അതിനകത്ത് എഴുതാം. ബാക്കി എന്തെങ്കിലും ഇൻകം നമുക്ക് തന്നിട്ടുണ്ട് അത് മിസ്ലേനിയസ് ഇൻകം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാണിച്ചാൽ മതി. നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ട എക്സ്പെൻസസ് ആണല്ലേ. അപ്പൊ എക്സ്പെൻസസിൽ നമ്മൾ നോർമലി 2 ആയിട്ട് കാണിക്കണം. എക്സ്പെൻസസ് അതർ ദാൻ ദോസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടും പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 ആയിട്ട് നമ്മൾ കാണിക്കാറ്. അപ്പൊ എക്സ്പെൻസസ് അതർ ദാൻ ദോസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്സിൽ നമുക്കറിയാം ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട് 15. പിന്നെ ഒരു ഐറ്റം നമുക്ക് തന്നിട്ടുണ്ട് ലോസ് ഓൺ റിവാലുവേഷൻ ഓഫ് ജനറൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 20 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓഫ് ജനറൽ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ ലോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് നമ്മൾ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിനകത്ത് കാണിക്കും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ തന്നിട്ടില്ല, ലോസ് ഓൺ റിവാലുവേഷൻ മാത്രം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഇൻകത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളത് എക്സ്പെൻസ് പാർട്ടിൽ കാണിക്കുന്നത്, പാർട്ട് ബിയിൽ കാണിക്കുന്നത്. അപ്പോൾ ലോസ് ഓൺ റിവാലുവേഷൻ ഓഫ് ജനറൽ ഇൻവെസ്റ്റ്മെന്റ് 20 ഇവിടെ കാണിച്ചു. പിന്നെ വേറെ കുറച്ച് എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട്, പാർട്ട് ടൈം ഡയറക്ടേഴ്സ് ഫീ, പിന്നെ ഡൊണേഷൻ ഒക്കെ അല്ലേ. അപ്പോൾ അത്രയും എക്സ്പെൻസസും കൂടി ഇതിൽ കാണിക്കാം. പാർട്ട് ടൈം ഡയറക്ടേഴ്സ് ഫീ 6, പിന്നെ വരുന്ന ഡൊണേഷൻ 4. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് അതിൽ വരുന്നത് 45 ആണ് അല്ലേ. അപ്പം നമ്മൾ ആദ്യം ഇൻകം എഴുതി, അതിനുശേഷം എക്സ്പെൻസ് എഴുതി. ഇതിനകത്ത് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലതവണ പറയുവാണ്, ആദ്യം ഇൻകം, എക്സ്പെൻസ്, പിന്നെ അപ്രോപ്രിയേഷൻ, ഈ 3 കാറ്റഗറി ആക്കിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് മാറ്റി വെക്കാം. അതിനകത്തൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഇൻകം ആണോ എക്സ്പെൻസ് ആണോ അപ്രോപ്രിയേഷൻ ആണോ. എന്നിട്ട് അതാത് പാർട്ടിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം അല്ലേ.
അപ്പം നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഇൻകം എഴുതി എക്സ്പെൻസ് എഴുതി അതിൻ്റെ ഡിഫറൻസ് ആയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആയി. ഇപ്പോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എ സെക്ഷൻ്റെ ടോട്ടലിൽ നിന്ന് ബി സെക്ഷൻ്റെ ടോട്ടൽ മൈനസ് ചെയ്യാം. 3180 കിട്ടി. എന്നിട്ട് അതിനകത്ത് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പ്രൊവിഷൻ കാണിക്കണം. അപ്പോൾ പ്രൊവിഷൻ ഓഫ് ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട് 50% ആണ് പ്രൊവിഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ 3180യുടെ പകുതി അല്ലേ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് 1590 ആയി. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി അതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. പ്രോഫിറ്റ് ചെയ്യുന്ന പകുതി പ്രൊവിഷൻ ആക്കി മാറ്റി വെച്ചു, ബാക്കി പകുതിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിന്റെ മേലെയാണ് പ്രൊവിഷൻ വെക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ വേറെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്ത് പ്രൊവിഷൻ വെക്കാൻ പാടില്ല. അത് നിങ്ങൾ ആലോചിക്കണം. ഈ വർഷത്തെ പ്രോഫിറ്റിന്റെ മേലെയാണ് ടാക്സ് വെക്കേണ്ടത്. അപ്പോൾ ഈ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 3180 അതിന്റെ മേലെ പ്രൊവിഷൻ ഫോർ ടാക്സ് 1590 വെച്ചു 50%. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി കാണിക്കാം. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 500 ഒരു പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ്. അപ്പം അതും കൂടി ഇവിടെ കാണിച്ചു. അപ്പം നമുക്ക് ടോട്ടൽ എന്ന് പറയുന്നത് 2090 കിട്ടി. ഇനി ടോട്ടൽ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു എന്നാണ് അതിൻ്റെ താഴെ നമ്മൾ കാണിക്കുന്നത്. അപ്പം പ്രോഫിറ്റിൻ്റെ അകത്ത് നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 500. അത് നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇന്ററിം ഡിവിഡൻഡ് പേ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 20. അത് നമ്മൾ കാണിച്ചു. പിന്നെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് പേ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10% ആണ്. ഇപ്പൊ 10% എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ക്യാപിറ്റലിന്റെ മേലെയാണ്. ക്യാപിറ്റൽ 500 ആണ്. അതിന്റെ 10% ആണ് നമ്മൾ പ്രപ്പോസ്ഡ് ഫൈനൽ ഡിവിഡൻഡ് അല്ലെ. അപ്പൊ അതും കൂടി നമ്മൾ 50 500ന്റെ 10% എന്ന് പറയുമ്പോൾ 50 അതും കൂടി വന്നു. പിന്നെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് നമ്മൾ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 20. അതും കൂടി കൊടുത്തു. അപ്പൊ 2090 500 പോയി, 20 പോയി, 50 പോയി, പിന്നെ ഒരു 20 പോയി. ബാക്കിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റിന് എന്തൊക്കെ നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്തു അതിന്റെ ബാക്കി. അപ്പൊ 2019 ഇതൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് ആണ് പ്രോഫിറ്റ് ക്യാരിഡ് ഫോർവേഡ് ടു ദ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഫോമാറ്റ് പഠിച്ചു, അതുപോലെ അതിന്റെ ഇലസ്ട്രേഷൻ പഠിച്ചു. അപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ബിസിനസിന്റെ ആണ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ബിസിനസിന്റെ റവന്യൂ അക്കൗണ്ട് ആദ്യം പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ബാലൻസ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് അല്ലാത്ത പ്രോഫിറ്റും ഇൻകവും എക്സ്പെൻസും അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷനും കാണിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ബാലൻസ് ഷീറ്റ് കൂടിയാണ്. ബാലൻസ് ഷീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജനറൽ ഇൻഷുറൻസാണ് പഠിക്കാനുള്ളത്. ഇപ്പൊ എക്സാമിന് മുന്നേ ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ ബാക്കിയും കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.